നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സച്ചിൻ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഉറങ്ങുന്നില്ലേ? നീ പൊക്കോ, ഞാൻ വന്നോളാം. ഒന്നും കഴിച്ചതുമില്ലല്ലോ സച്ചേട്ടാ. നാളെ ഓഫീസിൽ പോകേണ്ടതല്ലേ? സച്ചേട്ടൻ വന്നേ, വാ. നിനക്കെന്താ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്നെ ഊട്ടി ഉറക്കിയാലും നിനക്ക് മനസ്സമാധാനം കിട്ടൂ? ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാക്കിക്കോണം. അല്ലാതെ പിന്നെയും പിന്നെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യല്ല വേണ്ടത്. മനസ്സിലായോ? എനിക്കറിയാം എപ്പോ കഴിക്കണം എപ്പോ ഉറങ്ങണമെന്ന്. എന്നെ പഠിപ്പിക്കാനേ ആരും വരണ്ട. ആരും. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിനക്കെന്താ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്നെ ഊട്ടി ഉറക്കിയാലും നിനക്ക് മനസ്സമാധാനം കിട്ടും? ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാക്കിക്കോണം. അല്ലാതെ പിന്നെയും പിന്നെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യല്ല വേണ്ടത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞൊക്കെ തനിക്ക് വിഷമമായല്ലേ? ഇല്ല. എന്തേ? പറഞ്ഞൊന്നും മതിയായില്ലെന്ന് തോന്നുന്നുണ്ടോ സച്ചേട്ടന്? മതിയായില്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ കേൾക്കാം. എടോ, അതെനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ മനസ്സിലായി. കുറ്റം പറയാണെന്നുള്ള തോന്നൽ വരില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സച്ചേട്ടാ? ഇപ്പൊ താഴെ വെച്ച് സച്ചേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടത് എന്തിനായിരുന്നു? എന്നോടൊന്ന് പറഞ്ഞു തരാമോ? ദേഷ്യം വരാൻ മാത്രം ഞാൻ എന്താ പറഞ്ഞേ? താനൊന്നും പറഞ്ഞില്ല. അവന്തിയെടുത്ത് എന്നോട് ഓരോന്ന് ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ താൻ വന്നത്. എല്ലാവരോടുള്ള ദേഷ്യം സച്ചേട്ടൻ എന്നോടാണോ തീർക്കുന്നത്? കാര്യം എന്തോ ആയിക്കോട്ടെ, എന്നോട് സച്ചേട്ടൻ എന്തോ ആവാം. ദേഷ്യപ്പെടാം, വേണമെങ്കിൽ തല്ലാം, അതെല്ലാം ഞാൻ സഹിച്ചെന്ന് വരും. പക്ഷെ അതൊക്കെ ഈ മുറിയുടെ ചുവരിനുള്ളിൽ നിന്നാവണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ സാരമില്ലായിരുന്നു. ഇത് ഞാൻ മനസ്സറിയാത്തൊരു കാര്യത്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ തരം താഴ്ത്തി കെട്ടുന്നത്. പ്രത്യേകിച്ച് അവന്റെ അടുത്തിടെ മുമ്പിൽ വെച്ച്. സച്ചേട്ടൻ വഴക്ക് പറഞ്ഞതിനേക്കാൾ സങ്കടം എനിക്കതാ. എടോ, മനസ്സിലായി. ഈ ഒരു തവണത്തേക്ക് താനൊന്നും ക്ഷമിക്കേ. നമ്മുടെ സ്വകാര്യതയിൽ മറ്റൊരാൾ കൈകടത്തുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് അവന്തികടത്തിയായാലും ആരായാലും. നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നതിനെ പറ്റി പറഞ്ഞ് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചപ്പോഴാ ഞാൻ ഏട്ടത്തോട് പൊട്ടിത്തെറിച്ചത്. ഒരു തരത്തിലും സമാധാനം കിട്ടാതിരിക്കുമ്പോ അതിന്റെ ഇടയിലാ ഓരോന്നും പറഞ്ഞു വരുന്നേ. സച്ചേട്ടാ, സച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞ ഈ മനസ്സമാധാന കേടുണ്ടല്ലോ, അതിലെവിടെയെങ്കിലും അർച്ചന എന്ന് പറയുന്ന പേര് വരുന്നുണ്ടോ? സച്ചേട്ടന്റെ മനസ്സമാധാന കേടിന് അറിഞ്ഞോ അറിയാതെയോ ഞാൻ എപ്പോഴെങ്കിലും ഒരു കാരണക്കാരിയാവുന്നുണ്ടോ? പറയൂ സച്ചേട്ടാ, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും പറയൂ.
പറയൂ സച്ചേട്ടാ. ഏയ്, അങ്ങനൊന്നുമില്ല. ഇത് മറ്റു പല കാര്യത്തിലാ. ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയല്ല ഉള്ള സ്വസ്ഥത പോവാൻ. എന്തൊക്കെയാ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നായി സ്വസ്ഥത തകരുന്നു. സച്ചേട്ടാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, സച്ചേട്ടൻ എന്നിൽ നിന്നും എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ഇതിപ്പോ തോന്നുന്നതല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനുഭവിക്കുന്നതാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏയ്, അങ്ങനൊന്നുമില്ല. ഞാൻ തന്നെ എന്ത് മറച്ചു വെക്കാനാ? താൻ പറഞ്ഞതുപോലെ തന്റെ തോന്നലുകളാവും ഇതെല്ലാം. എന്റെ തോന്നലുകളെല്ലാം പിന്നീട് ശരിയാകാറ പതിവ്. സച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞത് പിന്നീട് കള്ളായിട്ട് അനുഭവപ്പെട്ട എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതാ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് ചോദിക്കുന്നത്. അങ്ങനൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഉണ്ടായതൊക്കെ താൻ അതിന് ക്ഷമിച്ചാളായി. ഒരബദ്ധം പറ്റിയതാ. അത് സാരമില്ല. പെട്ടെന്ന് സച്ചേട്ടൻ അങ്ങനെ പെരുമാറിയപ്പോ എനിക്ക് സങ്കടം വന്നു. അതാ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യ താൻ ഒരു കാര്യത്തിനും കരയരുതെന്ന്. എന്നിട്ടും ഞാൻ കാരണം തന്നെ തന്റെ കണ്ണു നിറയുന്നു. അതൊക്കെ ഞാൻ മറന്നു സച്ചേട്ടാ. എപ്പോഴും ഒരാൾക്ക് സന്തോഷത്തോടെ മാത്രം ഇരിക്കാൻ പറ്റില്ലല്ലോ. സന്തോഷം വരുമ്പോ ചിരിക്കണം, സങ്കടം വരുമ്പോ കരയണം. അതല്ലേ മനുഷ്യരെന്ന് പറയുന്നത്. സന്തോഷവും സങ്കടവും അത്ഭുതവും പിരിമുറുക്കവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ലതാ. അപ്പോഴല്ലേ ജീവിതം ജീവിതമാവുന്നത്. പിന്നെ ഞാൻ കരയരുതെന്നും എന്റെ മനസ്സ് വിഷമിക്കരുതെന്നും സച്ചേട്ടന് എത്ര ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാലും എത്ര ശ്രമിച്ചാലും അതൊരിക്കലും നടക്കില്ല. കണ്ണീരെന്റെ കൂടെപ്പിറപ്പാ. അതാർക്കും മാറ്റാൻ പറ്റില്ല. വലിയ വലിയ സന്തോഷങ്ങൾ വരുമ്പോഴൊക്കെ എനിക്കറിയാം പുറകെ കരയാനുള്ളത് എന്തോ വരുന്നുണ്ടെന്ന്. ഞാനുള്ളത് പറഞ്ഞെന്നേ ഉള്ളൂ. ഞാനെന്തോ ഇങ്ങനെ സച്ചേട്ടാ. എടോ, താൻ ഇങ്ങനെ ആയതുകൊണ്ടാ എനിക്ക് തന്നോട് ഇത്ര ഇഷ്ടം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.